ഷോമാക്സ് ഫിലിം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇത് സിനിമയെ കേന്ദ്രമാക്കി വിവിധ വിഷയങ്ങൾ പരാമർശിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാം, ചെയ്ത് സഹായിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ സാധാരണമായൊരു കാര്യമാണ് കോസ്റ്റ്യൂംസ് അഥവാ വസ്ത്രം എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അത് നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കോസ്റ്റ്യൂംസ്. കാരണം വളരെ പ്രാധാന്യത്തോടുകൂടി സിനിമാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു ടൈറ്റിലാണ് കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് എന്നുള്ളത്. അപ്പോൾ ഈ വസ്ത്രധാരണം നമ്മൾ വളരെ സാധാരണമായിരിക്കുമ്പോൾ തന്നെ അത് അസാധാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. പല വസ്ത്രധാരണത്തിൻ്റെ ചരിത്രത്തെ പഠിച്ച പല ചിന്തകരും ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്ത്രം ലൈംഗികതയെ മറച്ചുവെക്കാനോ നാണം മറച്ചുവെക്കാനോ ഉള്ളതായിരുന്നില്ല, പകരം അതിലേക്ക് വിരൽ ചൂണ്ടുവാനുള്ളതായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ഈ വസ്ത്രത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് തന്നെ പച്ചകുത്താണ്. ഈ പച്ചകുത്ത് അധികവും ചെയ്തിരുന്നത് സ്ത്രീകളാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെങ്കിൽ പുരുഷൻ്റെ നഗ്നത വളരെ പ്രകടമാണ്, എന്നാൽ സ്ത്രീയുടേത് വളരെ ഗുപ്തമാണ്. ഗുപ്തമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദർശിക്കപ്പെടാൻ സാധിക്കാത്തതായതുകൊണ്ട് തന്നെ പച്ചകുത്തിലൂടെ ഈ നാഭിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ബി എന്നുള്ള രീതിയിലേക്ക് ഒരു പച്ചകുത്തിക്കൊണ്ട് ഈ ലൈംഗിക അവയവത്തെ, സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് വസ്ത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഉദ്ദേശമായിരുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ചിത്രകല, ശില്പകലകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം, വസ്ത്രം നഗ്നത മറയ്ക്കുവാനല്ല, അതൊരു അലങ്കാരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങൾ പ്രകടമാക്കുക, അതിന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അത് പലപ്പോഴും ഇന്നത്തെ വസ്ത്രധാരണ രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ സിനിമക്കാരാണ്. സിനിമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്തകർ. അവരുടെ ബോക്സ് ഓഫീസ് വിജയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്രശസ്തമായ പാട്ടിലെ ചോളിക്ക് പീച്ച ക്യാഹെ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടല്ലോ, ചോളിക്കകത്ത് എന്താണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ആകാംക്ഷ എന്താണ്, വസ്ത്രത്തിനകത്ത്, സ്ത്രീയുടെ വസ്ത്രത്തിനകത്ത് എന്താണ് എന്നുള്ള ഈ ആകാംക്ഷയെ വളരെ പ്രകടമായിട്ടും വളരെ ബോക്സ് ഓഫീസ് വിജയത്തിന് അനുസൃതമായിട്ടൊരു തരംഗമുണ്ടാക്കുവാനായിട്ട് എപ്പോഴും ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് വസ്ത്രം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ്. നമസ്കാരം.